MBBS പഠിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു റിഗ്രസ് ആയിട്ടുള്ളൊരു കോഴ്സായിരുന്നു. അതിൽ ഒരുപാട് ബൾക്കി കണ്ടൻസ് നമുക്ക് ചെറിയൊരു ഷോർട്ട് പീരീഡ് ഓഫ് സ്പാനിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു കണ്ടൻറ് വൈസ് എനിക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ ലെസ് കണ്ടൻറ് ഇവിടെ ഉള്ളൂ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഔസദൻസിൻ്റെ സമയത്ത് ആ ഒരു തിരക്കിനിടയിൽ എനിക്കത് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതേപോലെ അത് പൂട്ടി വയ്ക്കുകയായിരുന്നു എൻ്റെ മെറ്റീരിയൽസൊക്കെ. ലീഡിൻ്റെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ബൂട്ട് ക്യാമ്പ്. അപ്പോൾ അതിൽ റെഗുലറായിട്ട് അവസാനം വരെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആഡ് ഓൺ സെഷൻ കൂടെ ഉണ്ടായിരുന്നു. റിവൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും പഠിക്കരുത് എന്നായിരുന്നു എൻ്റെ ഒരു കാര്യം. പക്ഷേ അവസാനം ആയപ്പോഴത്തേക്കൊരു ഓൾമോസ്റ്റ് ഒരു 2 weeks ലെഫ്റ്റ് ആയ സമയത്ത് ഞാൻ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി. അപ്പോൾ അതിന് എനിക്ക് GS നല്ല മാർക്ക് ഉണ്ടായിരുന്നു, CSAT എനിക്ക് നല്ല മാർക്ക് കുറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി CSAT അവസാനം വെക്കേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നില്ല, ഇനീഷ്യലി തന്നെ ഫോക്കസ് ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് എല്ലാം ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയൊരു കാര്യം, എനിക്ക് എവിടുന്ന് സോഴ്സസ് എന്താണ്, അല്ലെങ്കിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്ത് പഠിക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമസ്കാരം. ലീഡിൻ്റെ സക്സസ് പോഡിയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ മഞ്ജിമയാണ്. ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ തലത്തിൽ അഖിലേന്ത്യാ തലത്തിൽ 235 റാങ്ക് നേടി, അതും ആദ്യ ശ്രമത്തിൽ തന്നെ അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കിയ മഞ്ജിമയാണുള്ളത്. ഈ വർഷം നമുക്കറിയാം ഒരുപാട് മെഡിക്കൽ പ്രൊഫഷണൽസ് സിവിൽ സർവീസ് പരീക്ഷ കേരളത്തിൽ നിന്ന് ക്ലിയർ ചെയ്ത് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡോക്ടർ വിനീതിൻ്റെയും ഡോക്ടർ ഐറാസിൻ്റെയും ഒക്കെ ജേണി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ആദ്യ ശ്രമത്തിൽ ഈ നേട്ടം കരസ്ഥമാക്കിയതിൽ മഞ്ജിമ കൂടിയുണ്ട്. മഞ്ജിമ, സ്വാഗതം. മഞ്ജിമ വടകര സ്വദേശിനിയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBS പഠനം പൂർത്തിയാക്കി ഹൗസ് സർജൻസിക്ക് ശേഷമാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങിയത്. മഞ്ജിമ, എന്ത് തോന്നുന്നു റിസൾട്ട് വന്ന ശേഷം? ആ ദിവസം എങ്ങനെ ഓർത്തെടുക്കുന്നു? അതുപോലെ അതിന് ശേഷം എന്ത് മാറ്റമാണ് ജീവിതത്തിൽ വന്നത്? റിസൾട്ട് അന്ന് വരുന്ന എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ തന്നെ നിന്നിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ അതിൽ PDF പേരടിച്ചപ്പോൾ ആദ്യം കണ്ടു, പക്ഷെ എനിക്കത് ബിലീവബിൾ ആയിരുന്നില്ല. ഞാനത് ഒരു ഫേക്ക് PDF ആണോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ UPSCൻ്റെ സൈറ്റിൽ പോയി PDF ലോഡാക്കി പിന്നെ നോക്കിയപ്പോഴാണ് എൻ്റെ പേര് തന്നെയാണെന്ന് വിശ്വസിക്കുകയും അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പിന്നെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം വളരെ സന്തോഷമുണ്ടായി. എനിക്കൊരു സന്തോഷത്തിനേക്കാൾ ഉപരി റിലീഫാണ് വന്നത്. കാരണം ഈ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ. അപ്പോൾ ഒരു പെയിൻഫുൾ പ്രോസസ്സിനൊരു കൾമിനേഷൻ നന്നായിട്ട് വന്നു എന്നുള്ളത് വളരെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. റൈറ്റ്. പിന്നെ നമ്മൾ പ്രിപ്പറേഷൻ്റെ വിവിധ സ്റ്റേജസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ തോന്നും. കാരണം അത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് അതിൽ നിന്ന് കിട്ടും. എനിക്കൊന്ന് ഹൗസ് സർജൻസിക്ക് ശേഷമാണ് മഞ്ജിമ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്, അല്ല സീരിയസ് ആയിട്ട്? എന്ന് തൊട്ടായിരുന്നു ശരിക്കും പ്രിപ്പറേഷൻ തുടങ്ങിയത്? അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്തെങ്കിലും രീതിയിൽ കോച്ചിങ്ങോ മറ്റോ അറ്റൻഡ് ചെയ്തിരുന്നോ? ഞാൻ ആക്ച്വലി 2020 കോവിഡിൻ്റെ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് സിവിൽ സർവീസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതും അങ്ങനെ സിവിൽ സർവീസ് ഒന്ന് എഴുതിയാൽ കൊള്ളാമെന്നുള്ളൊരു മോഹം എൻ്റെ ഉള്ളിൽ ഉദിക്കുന്നത് ആ സമയത്താണ്. അപ്പം പിന്നെ 2021 എൻ്റെ ഫൈനൽ ഇയർ എക്സാമിൻ്റെ അതിനോട് കൂടെ തന്നെ ഞാൻ ആ സമയത്ത് ഓൺലൈനായിട്ടൊരു മലയാളം കോഴ്സ് ഉണ്ടായിരുന്നു ഓപ്ഷണലിൻ്റെ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പ്ലാൻ, ഞാൻ ഫൈനൽ ഇയർ എക്സാമിൻ്റെ കൂടെ തന്നെ ഓപ്ഷണലിൻ്റെ ക്ലാസ്സസ് കേട്ട് തീർന്നിട്ട് ഹൗസ് സർജൻസി ആകുമ്പോൾ എൻ്റെ ഓപ്ഷണൽ പ്രിപ്പറേഷൻ തീർക്കുക, പിന്നെ PCM ബാച്ചിൽ എവിടെയെങ്കിലും ജോയിൻ ചെയ്തിട്ട് പ്രിലിംസ് ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിരുന്നു. പക്ഷെ ഹൗസ് സർജൻസിൻ്റെ സമയത്ത് ആ ഒരു തിരക്കിനിടയിൽ എനിക്കത് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതേപോലെ അത് പൂട്ടി വയ്ക്കുകയായിരുന്നു എൻ്റെ മെറ്റീരിയൽസൊക്കെ. പിന്നീട് അതിനുശേഷം ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആവുന്നത് 2022 സെപ്റ്റംബറിലാണ്. അപ്പം പ്രോപ്പറായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 ഒക്ടോബർ തൊട്ടാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. 2022 ഒക്ടോബർ തൊട്ട് മെയ് മാസത്തിൽ 2023 മെയ് മാസം വരെയുള്ള ഒരു സമയമാണ് പ്രിലിമിനറി പരീക്ഷ കിട്ടിയത്. അപ്പോൾ സാധാരണ നമ്മൾ ടോപ്പേഴ്സൊക്കെ അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന സീനിയേഴ്സ് പറയുന്ന ഒരു കാര്യം NCERT പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള ബേസിക് റീഡിങ് മെറ്റീരിയൽസ് നമ്മൾ കവർ ചെയ്യണമെന്നുള്ളതാണ്. മഞ്ജിമയ്ക്ക് അത് കവർ ചെയ്യാൻ സമയം കിട്ടിയിരുന്നു. എന്തായിരുന്നു ഒക്ടോബറിന് ശേഷമുള്ള ഒരു സ്റ്റഡി പ്ലാൻ? അതിനെക്കുറിച്ചൊന്ന് പറയാം. ഞാൻ റിലീജിയസ് ആയിട്ട് തന്നെ ഞാൻ ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ NCERTൻ്റെ ബുക്സൊക്കെ ഞാൻ ബേസിക് ബുക്സ് ഞാൻ ഒരു പ്രാവശ്യം വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോട്ട്സൊന്നും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അവസാനം വരെ വായിച്ച NCERT, നമ്മൾ ജോഗ്രഫീൻ്റെ NCERT നമ്മളെപ്പോഴും ഒരു മേജർ സോഴ്സായിട്ട് എടുക്കുന്നതാണ്. അത് ഞാൻ അവസാനം വരെ വായിച്ചൊരു NCERT ആണ്. മറ്റ് NCERTs പിന്നെ ഞാൻ അതിനുശേഷം റിവൈസ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പിന്നെ ബേസിക്കായിട്ട് നമ്മൾ കവർ ചെയ്യുന്ന എല്ലാ സോഴ്സസ് ലൈക്ക് പൊളിറ്റി, ലക്ഷ്മികാന്ത്, പിന്നെ ക്ലാസ് നോട്ട്സ്, അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അവസാനം വരെ പഠിച്ചത്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് സാധനങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ആ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ പ്രാവശ്യം റിവൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ഒരു മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്.
റൈറ്റ്. ഈ റിവിഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ട് പ്രിലിമിനറി പരീക്ഷയിലേക്ക് വരും? കാരണം ഇപ്പോൾ നമ്മൾ ഈ വർഷത്തെ പ്രിലിമിനറി പരീക്ഷ അടുത്തെത്തി, ലാസ്റ്റ് ഒരു 2 മാസം പലരും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ എടുക്കണോ അതോ റിവിഷൻ. പിന്നെ പലർക്കും പുതിയ സോഴ്സിൽ നിന്ന് വായിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ മഞ്ജിമ എങ്ങനെയാണ് ആ സമയത്തുള്ള ഈ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത്, നമുക്ക് കൂടുതൽ വായിക്കണം എന്നുള്ളത്? അത് എങ്ങനെയാണത് റെസിസ്റ്റ് ചെയ്തത്? എന്തായിരുന്നു സ്ട്രാറ്റജി? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് റിവൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും പഠിക്കരുത് എന്നായിരുന്നു എൻ്റെ ഒരു കാര്യം. അപ്പം എനിക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രലോഭിപ്പിക്കാനായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് എന്തായാലും നോക്കിയില്ലേ എനിക്ക് എന്തായാലും അത് റിമെമ്പർ ചെയ്യാൻ പറ്റില്ല, റിക്കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യം നോക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പം ഞാനത് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഞാൻ ഫോളോ ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യാനുള്ള സമയമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മെറ്റീരിയൽസ് തേടി ഞാൻ പോയിട്ടുമില്ല. പിന്നെ MCQൻ്റെ കാര്യം പറയാൻ എനിക്ക് തോന്നുന്നു MCQ സോൾവ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. മാക്സിമം നമുക്ക് നല്ല സമയമുള്ള ആളുകളാണെങ്കിൽ ഒരുപാട് MCQ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനൊരു PTSൻ്റെ ഒരു കാര്യം മാത്രമേ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിനൊപ്പം തന്നെ ഞാൻ ഈ ടെസ്റ്റ് സീരീസ് എഴുതുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഡിസ്കഷൻസ് ഞാൻ റെഗുലറായി അറ്റൻഡ് ചെയ്യുമായിരുന്നു. കാരണം അപ്പോഴാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഞാൻ നിർബന്ധമായിട്ടും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. നമ്മൾ ഈ UPSCയുടെ മുൻ വർഷ ചോദ്യങ്ങൾ പ്രിലിമിനറി പരീക്ഷ പലപ്പോഴും നമുക്ക് ഉപകാരപ്പെടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച ഒന്നിലധികം ടോപ്പേഴ്സ് പറഞ്ഞത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഫോളോ ചെയ്ത് പോയിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷൻ നടത്തിയെന്നാണ്. മഞ്ജിമ ആ രീതിയിലാണോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചത്? എത്രമാത്രം അത് നമ്മുടെ ഒരു ഫൈനൽ റൗണ്ട് ഓഫ് പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു UPSCൻ്റെ PYQs ആണ് ഏറ്റവും വലിയ നല്ലൊരു സോഴ്സായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എസ്പെഷ്യലി നമ്മുടെ കഴിഞ്ഞ അറ്റംപ്റ്റിലൊക്കെ അതിൻ്റെ പാറ്റേണൊക്കെ ഡ്രാസ്റ്റിക്കായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സോഴ്സ് PYQs തന്നെയാണ്. അപ്പോൾ ഞാൻ അവസാനത്തെ ഒരു 2 ആഴ്ച ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞത് PYQs മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ ചെയ്യുമായിരുന്നു. ലൈക്ക് ഒരു 2016 തൊട്ടുള്ള PYQs എടുത്തിട്ട് ഇപ്പം ഒരുമിച്ച് ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് അത് മൾട്ടിപ്പിളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ UPSCൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിൻ്റെ വേറൊരു ഉപകാരം എനിക്ക് നമ്മൾ വേറെ ഏത് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്യുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ലോജിക്കലി കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട ഒരു ഇടം കൂടിയാണ് PYQs. അപ്പോൾ അതിനൊക്കെ ലോജിക്കലി ചിന്തിക്കാനും അങ്ങനെ ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു PYQs. PYQs ചെയ്തു പോകുന്ന രീതിയായിരുന്നു അതോ അതിലെ തെറ്റായ ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടി അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ നോട്ട്സ് എടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നോ? അങ്ങനെ ആക്ച്വലി ചെയ്യാൻ എനിക്ക് സമയമില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ സമയം നമുക്കുണ്ടെങ്കിൽ എപ്പോഴും അത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എത്രമാത്രം മോക്ക് ടെസ്റ്റുകൾ എടുക്കാൻ സമയം ഉണ്ടായിരുന്നു? ഇപ്പോൾ പലരും പറയും പരമാവധി മോക്ക് ടെസ്റ്റുകൾ എടുക്കുക എന്നുള്ളത്. ധാരാളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പം PYQസിന് പുറമെ എത്രമാത്രം മോക്ക് ടെസ്റ്റ് മഞ്ജിമ ചെയ്തിട്ടുണ്ട്? ഞാനൊരു പ്രിലിംസ് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അല്ലാതെ ഈ അവസാനമാകുമ്പം ഓപ്പൺ മോക്ക് എന്ന് പറഞ്ഞിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും നടത്തുന്നുണ്ട്. അപ്പോൾ അതിലും 1-2 ഒക്കെ മോക്ക് ടെസ്റ്റ് ഞാൻ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ അതിനപ്പുറം എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് ടെസ്റ്റ്സ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ പഠിക്കുന്നതൊക്കെ നമുക്ക് പല പുതിയ കാര്യങ്ങളും അറിയാനൊക്കെ നമുക്ക് സഹായകമായിരിക്കും. റൈറ്റ്. നമ്മളിനി CSATലേക്ക് വരുമ്പോൾ CSAT വളരെ ചാലഞ്ചിങ് ആണ് പലർക്കും. മഞ്ജിമക്ക് എങ്ങനെയായിരുന്നു CSAT? അതിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? എനിക്ക് ഇനീഷ്യലി CSAT വലിയ കുഴപ്പമില്ല എന്ന് ആണ് തോന്നിയിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അത്ര ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 2 വീക്സ് ലെഫ്റ്റ് ആയ സമയത്ത് ഞാൻ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി. അപ്പോൾ അതിനെനിക്ക് GSന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, CSATന് എനിക്ക് നല്ല മാർക്ക് കുറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി CSAT അവസാനം വെക്കേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നില്ല, ഇനീഷ്യലി തന്നെ ഫോക്കസ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ആ ഒരു 2 ആഴ്ച ഞാൻ മെയിനായിട്ട് CSATും PYQസും ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ CSATൻ്റെ PYQസിൻ്റെ ഒരു കമ്പൈലേഷൻ ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ചില ടോപ്പിക്സ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ലൈക്ക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം, ഇതൊക്കെ എനിക്ക് ഡിഫിക്കൽട്ടായ ഭാഗങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബേസിക്കലി PYQs തന്നെയാണ് CSATലും നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാവാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ടേക്ക് അവേ ആണ് ലാസ്റ്റ് റൗണ്ട് ഓഫ് ഈ ഒരു പ്രിപ്പറേഷന് തൊട്ട് മുമ്പും നമ്മൾ CSAT വിടാതെ റിവൈസ് ചെയ്യണം എന്നുള്ളതൊരു മെയിൻ ടേക്ക് അവേ ആണെന്ന് തോന്നും. മെയിൻസിലൊക്കെ വരുമ്പോൾ മെയിൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആൻസർ റൈറ്റിംഗ് ആണ്. ഈ ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസം പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചാലഞ്ചും
കണ്ടൻറ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം, അതോടൊപ്പം പ്രിലിംസിൻ്റെയും പിന്നെ ഓപ്ഷണലിൻ്റെ ഒരു സൈഡ് അവിടെ ഉണ്ട്, അതോടൊപ്പം ആൻസർ റൈറ്റിംഗ് വേണ്ട രീതിയിൽ അത് എന്ന് തൊട്ടാണ് ആൻസർ റൈറ്റിംഗ് ചെയ്തിരുന്നത്, അത് വേണ്ടത്ര സമയം കിട്ടിയിരുന്നു? ഞാൻ ആൻസർ റൈറ്റിംഗ് ചെയ്തത് ആദ്യമായിട്ട് ഞാനൊരു ആൻസർ എഴുതുന്നത് ഞാൻ മെയിൻസിൻ്റെ ടെസ്റ്റ് എഴുതുമ്പോഴാണ്, ഫസ്റ്റ് ടെസ്റ്റ് എഴുതുമ്പോഴാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കത് സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്, അല്ലാതെ മനഃപൂർവ്വം ചെയ്യാതിരുന്നതല്ല. പിന്നെ പക്ഷേ എനിക്ക് തോന്നുന്നു ബേസിക്കലി അത് ആ സമയത്ത് ഞാൻ നല്ല ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് എനിക്ക് പെട്ടെന്ന് ആ ഒരു നമ്മുടെ സ്ട്രക്ചറിങ്ങും കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് എനിക്ക് ആൻസർ അവസാനം ആയപ്പോഴത്തേനും എനിക്ക് സംഭവം അത് ശരിയാക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. മെയിൻസിൻ്റെ മേജർ സോഴ്സസ് എന്തൊക്കെയാണ്, റിസോഴ്സസ് ഉപയോഗിച്ചത്? മീൻസ് ആക്ച്വലി എനിക്ക് മെയിൻസിൻ്റെ ക്ലാസ്സസ് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ എനിക്ക് ക്ലിയർ ആയ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പല കണ്ടൻറ്റ് തീരെ ഇല്ലായിരുന്നു. ലൈക്ക് എനിക്ക് ഓരോ പേപ്പറിൽ ഏത് സബ്ജക്ട്സ് ആണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എനിക്ക് ഏറ്റവും എന്നെ ഹെൽപ്ഫുള്ളായി എനിക്ക് തോന്നിയത് PYQs തന്നെയാണ്. ലൈക്ക് PYQസിൻ്റെ കമ്പൈലേഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, ലൈക്ക് PYQ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമായിട്ട്. അപ്പോൾ അത് തന്നെയായിരുന്നു എൻ്റെ മെയിൻ സോഴ്സ്. അപ്പുറം എന്ത് സോഴ്സാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് അത് ഞാൻ മൾട്ടിപ്പിൾ പ്രാവശ്യം വായിച്ച് ആ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്തു. പിന്നെ വേറൊരു കാര്യം എനിക്ക് അറിയാവുന്ന ഒരു കാര്യം സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ ഈ കേസ് ലോസും അല്ലെങ്കിൽ കുറച്ച് കമ്മിറ്റി റെക്കമെൻഡേഷൻസ് അങ്ങനെ കീവേഡ്സ് ഇതൊക്കെ നമ്മുടെ ആൻസറിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് അത് ഒരു വാല്യൂ അഡീഷനായി കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ കണ്ടൻറ് ഡെഫിസിറ്റിനെ പലപ്പോഴും ഞാൻ മറികടന്നത് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറച്ച് റൈറ്റിംഗ് സ്പീഡ് എനിക്ക് പൊതുവെ കുറച്ച് ഉള്ളത് കൊണ്ട് എനിക്ക് സ്പീഡിലത് എഴുതി തീർക്കാനും സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മേജർ സംഭവം മെയിൻസിലേക്ക് വരുമ്പോൾ കറണ്ട് അഫയേഴ്സ് ആണല്ലോ. അപ്പം മഞ്ജുമയുടെ സ്കോർ GS വളരെ നല്ല മികച്ച സ്കോറാണ് 420 എന്ന് പറയുമ്പോൾ. അതിൽ തന്നെ GS4ലും GS2ലും മികച്ച സ്കോറുണ്ട്. അപ്പോൾ അതിൽ കറണ്ട് അഫയേഴ്സ് മേജർ എലമെൻ്റ് ആണ്. എങ്ങനെയായിരുന്നു കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ? അത് പ്രിലിംസിനും മെയിൻസിനും സെപ്പറേറ്റ് എന്ന് പറയാം. അതിൽ പത്രം വായന എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പരീക്ഷയിൽ? എനിക്കൊന്ന് മേജറായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കാര്യം പേപ്പർ വായിക്കുക എന്നുള്ളത് തന്നെയാണ്. പേപ്പർ വായന നമുക്ക് കറണ്ട് അഫയേഴ്സ് മനസ്സിലാക്കുക എന്നതിലുപരി എങ്ങനെ എഴുതാം എന്നുള്ളത് വളരെയധികം നമ്മുടെ വൊക്കാബുലറി എൻട്രി ചെയ്യാനും അല്ലെങ്കിൽ നല്ലൊരു കാര്യം എങ്ങനെ നമ്മുടെ ആശയം നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പ്രതിഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ന്യൂസ് പേപ്പർ റീഡിങ് തന്നെയാണ് ഹെൽപ്ഫുള്ളായി തോന്നിയത്. അപ്പോൾ ന്യൂസ് പേപ്പർ ഞാൻ ഫുൾ വായിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി വരെയൊക്കെ ഞാൻ റെഗുലറായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കമ്പൈലേഷൻസ് ഒരുപാടുണ്ട്, പക്ഷെ അതും എനിക്ക് വായിക്കാൻ അത്ര സമയം കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പൊളിറ്റിയുടെയും എക്കണോമിയുടെയും കമ്പൈലേഷൻസ് ഞാൻ ഒരു കറണ്ട് അഫയർ മാഗസീൻ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻസിൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് ആ സമയത്ത് മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ സമയത്ത് കുറേ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആവുമല്ലോ. അപ്പോൾ ആ ഒരു മേജറായിട്ട് അത് തന്നെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ മെയിൻസിൻ്റെയും മെയിൻസ് 365 എന്നൊക്കെ പറഞ്ഞ് പല മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഞാൻ സെലക്റ്റീവായിട്ട് ചില ടോപ്പിക്സ് ഞാൻ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പത്രവായന സാധാരണ പത്രവായന എങ്ങനെയാണ് എൻ്റെ ഒരു പത്രത്തെ അപ്രോച്ച് ചെയ്യുന്നത്? ഇപ്പം പലരും ഫ്രണ്ട് പേജും പിന്നെ എഡിറ്റോറിയൽ പേജും ആണ് വായിക്കുന്നുണ്ടാവാം. അതോടൊപ്പം നോട്ട് മേക്കിംഗ്, അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? പത്രത്തെ എത്രമാത്രം സമയം അതിന് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു? നോട്ട് മേക്കിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ ഏത് രീതിയിലാണത് ചെയ്തിരുന്നത്? ഞാൻ ഇനീഷ്യലി പേപ്പർ റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു അബൌട്ട് 3 hours ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫൈനലി ഞാനതൊരു 1 hourൻ്റെ ഉള്ളിൽ ഞാൻ പേപ്പർ വായിച്ച് തീർക്കണം എന്ന് ഞാൻ എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കും. അപ്പം ആദ്യത്തെ പേജ് വായിക്കും, പിന്നെ എഡിറ്റോറിയൽ നന്നായിട്ട് വായിക്കും, പിന്നെ അതിൻ്റെ ഒപ്പം ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ പേജും പിന്നെ എക്കോണമിയുടെ പേജ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ്. പിന്നെ നാഷണൽ പേജ് ഒന്ന് സ്കിം ചെയ്ത് പോകുമായിരുന്നു, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടോയെന്ന്. പിന്നെ ചില സൺഡേസിലൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുമായിരുന്നല്ലോ, അപ്പോൾ അതും വായിക്കുമായിരുന്നു. അപ്പോൾ അതിൽ നോട്ട് മേക്ക് ചെയ്യാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നോട്ട് മേക്ക് ചെയ്തിട്ടില്ല. നോട്ട് മേക്കിംഗ് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നോട്ട് മേക്ക് ചെയ്ത് പഠിച്ചാൽ എനിക്കൊന്ന് കുറച്ചുകൂടെ അത് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. മലയാളം ഓപ്ഷണൽ അല്ലേ? അപ്പോൾ മെഡിസിൻ എടുത്ത് മുമ്പും മലയാളം ഓപ്ഷണൽ ചൂസ് ചെയ്തവരുണ്ട്. അത് എന്താണ് അതിന് കാരണം? മുമ്പ് എഴുതുമായിരുന്നു മഞ്ജുമ, അപ്പോൾ അതൊരു ഫാക്ടറായിട്ടുണ്ടോ? മലയാളത്തിലുള്ള ഇഷ്ടം കൊണ്ടാണോ ഈ വിഷയം സെലക്ട് ചെയ്ത് അച്ചീവ് ചെയ്തത്? എനിക്ക് മലയാളത്തിൽ നല്ലൊരു ഇഷ്ടമുണ്ടായിരുന്നു ചെറുപ്പം തൊട്ട്. ഞാൻ എഴുതാനും വായിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം സിലബസ് എടുത്ത് നോക്കിയപ്പോൾ പേപ്പർ 2-ലുള്ള കൃതികളൊക്കെ തന്നെ നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ ചെറുപ്പത്തിലൊക്കെ നമ്മൾ എടുത്ത് വായിച്ചിട്ടുള്ളവയാണ്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നി, ഇതെടുത്ത് നമുക്ക് പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റുന്നൊരു തോന്നൽ വന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എടുത്തത്. പിന്നെ മെഡിക്കൽ സയൻസിന് ആ സമയത്ത് ഞാൻ ഇത് തീരുമാനിക്കുന്ന സമയത്ത് അത്ര ഗൈഡൻസും അവൈലബിൾ ആയിരുന്നില്ല.
പിന്നെ കുറച്ച് ബൾക്കിയർ കൂടെയായിരുന്നു സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഹോബിയായിട്ട് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന, അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള തോന്നലോടുകൂടെ പഠിക്കാൻ പറ്റിയൊരു ഓപ്ഷനിൽ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മലയാളം സെലക്ട് ചെയ്തത്. റൈറ്റ്. ഈ മെയിൻസ് പരീക്ഷയിൽ ഏറ്റവും ഒരു ടഫസ്റ്റ് പാർട്ട് ഏതായിരുന്നു? ഏത് പേപ്പറാണെങ്കിൽ ജനറൽ സ്റ്റഡീസോ അല്ലെങ്കിൽ ഏത് ഭാഗമായിരുന്നു ഏറ്റവും മഞ്ജുമക്ക് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടത്? എനിക്ക് എല്ലാം ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയൊരു കാര്യം, എനിക്ക് എവിടുന്ന് സോഴ്സസ് എന്താണ്, അല്ലെങ്കിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്ത് പഠിക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിൽ എന്ത് പഠിക്കണം തീരുമാനിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും എനിക്ക് കാര്യമായിട്ട് ഇപ്പോൾ എന്ത് പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പഠിച്ചെന്ന് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ അതിൽ PYQs അല്ലാതെ വേറൊരു സോഴ്സ് എനിക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാൻ നേരിട്ട വലിയൊരു ബുദ്ധിമുട്ട്. ഓക്കെ. ഇനി ഇൻ്റർവ്യൂവിലോട്ട് വരുമ്പോൾ ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് മഞ്ജുവയോട് ഇൻ്റർവ്യൂവിൽ ചോദിച്ചത്? ഇൻ്റർവ്യൂ എൻ്റെ 3rd ഫേസിലായിരുന്നു. അപ്പോൾ കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ടായിരുന്നു. എനിക്കൊന്ന് ഞാൻ ഏറ്റവും പ്രിപ്പയർഡായിട്ട് ഫുൾ നോട്ടൊക്കെ ഉണ്ടാക്കി ഭയങ്കര സെറ്റായിട്ട് ഞാൻ ഫേസ് ചെയ്ത ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞത് ഇൻ്റർവ്യൂ സ്റ്റേജാണ്. അപ്പോൾ അതിൽ പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂ കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഞാനൊരു മുൻധാരണയായിട്ടാണ് പോയതെന്ന് തോന്നുന്നു. അപ്പോൾ മെഡിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികവും വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കേസിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിച്ച് പോയപ്പോൾ കുറച്ച് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ആദ്യം എനിക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് തോന്നി. പക്ഷേ അവസാനമായപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഡാഫ് ബേസ്ഡ് ആയിട്ട് തന്നെ, അതായത് കേരള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടിയെന്നുണ്ട്. എന്തെങ്കിലും മെമ്മറബിൾ മൊമെൻ്റ് ഉണ്ടോ ഇൻ്റർവ്യൂവിൽ? ഏതെങ്കിലും ചോദ്യം അല്ലെങ്കിൽ നന്നായിട്ട് പറയാൻ പറ്റിയ എന്തെങ്കിലും ഉത്തരം? ഇൻ്റർവ്യൂവിൽ എനിക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞെന്ന് വിശ്വസിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ശബരിമല വേർഡിക്റ്റിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി വളരെ ഡെപ്തിൽ അവന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പം അതുവരെ ഞാൻ ഒരു 12 ക്വസ്റ്റ്യൻസിൽ ഓൾമോസ്റ്റ് 6 ക്വസ്റ്റ്യൻസ് ഐ ഡോണ്ട് നോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, ഇതെനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഒരു ഗെയിം ചേഞ്ചറായിട്ട് അത് ആക്ട് ചെയ്യുന്നു തോന്നി. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് നന്നായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതെനിക്ക് കുറച്ചുകൂടെ ശരിക്കും ഒരു സ്റ്റാൻസ് എടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ആണ് എനിക്ക് ഏറ്റവും മെമ്മറബിളായിട്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്നത്. ഓക്കെ. നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ കാരണം സമയം ഉണ്ടായിരുന്നു, കമ്പാരിറ്റീവ്ലി 3rd ഫേസ് ആയതുകൊണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ടച്ച് വിടാതെ ആ പ്രിപ്പറേഷൻ സൈക്കിളിൽ തന്നെ കണ്ടിന്യൂ എങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ? പ്രിപ്പറേഷനിൽ ഞാൻ ആദ്യമായിട്ട് ഡാഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടൊരു നോട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള നോട്ടും, പിന്നെ ഇവിടെ ലീഡിൻ്റെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ബൂട്ട് ക്യാമ്പ്. അപ്പോൾ അതിൽ റെഗുലറായിട്ട് അവസാനം വരെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആഡ് ഓൺ സെഷൻ കൂടെ ഉണ്ടായിരുന്നു. ഈവൻ അതിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കൂടാതെ ആ ഡിസ്കഷൻ്റെ സമയത്ത് ഞാൻ പരിചയപ്പെട്ട ആളുകൾ, അവരെൻ്റെ ഇൻ്റർവ്യൂ ഒരു പിയർ ഗ്രൂപ്പായി മാറി. മഞ്ജുഷ, ഫെബിൻ, പിന്നെ കൃഷ്ണകുമാർ, ജെറിൻ, കൃഷ്ണ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈവനിങ്സിൽ മീറ്റ് ചെയ്യാറുന്നു. അപ്പോൾ അത് വളരെയധികം എനിക്ക് എൻറിച്ചിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് മറ്റു ആളുകളുടെ പെർസ്പെക്റ്റീവ്സോടെ കാണുക, കേൾക്കുക, അവരുടെ നമുക്ക് ഫിയർലെസ് ആയിട്ട് സംസാരിക്കാനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതെനിക്ക് തോന്നിയിട്ടുണ്ട്. റൈറ്റ്. ഈ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞൊരു വർഷത്തോളം സമയം പ്രിപ്പറേഷൻ്റെ 1.5 വർഷം, വാട്ട് മൈറ്റ് ഹാവ് വർക്ക് ഫോർ യു? മഞ്ജുവിക്ക് എന്ത് തോന്നുന്നു? ഏതെങ്കിലും സ്കിൽ സെറ്റ് സ്പെസിഫിക്കലി നമ്മുടെ ഒരു ഫേവറിൽ വർക്ക് ചെയ്തെന്ന് തോന്നുന്നത് എന്താണുള്ളത്? കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് ഒട്ടും എളുപ്പമല്ല, അതും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പരീക്ഷയിൽ അത് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ നമ്മുടെ എന്ത് സ്കില്ലായിരിക്കും, എന്ത് ഫാക്ടറായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവും? എനിക്ക് മേജറായിട്ട് തോന്നിയൊരു കാര്യം, ഞാൻ MBBS പഠിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു റിഗ്രസ് ആയിട്ടുള്ളൊരു കോഴ്സായിരുന്നു. അതിൽ ഒരുപാട് ബൾക്കി കണ്ടൻസ് നമുക്ക് ചെറിയൊരു ഷോർട്ട് പീരീഡ് ഓഫ് സ്പാനിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു കണ്ടൻറ്റ് വൈസ് എനിക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ ലെസ് കണ്ടൻറ്റ് ഇവിടെ ഉള്ളൂ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടൻറ്റ് വൈസ് ആ ഒരു എക്സ്പീരിയൻസ് എന്നെ ഇവിടെ പെട്ടെന്ന് പഠിക്കാൻ ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ റൈറ്റിംഗ് സ്പീഡ് വേറൊരു കാര്യമാണ്. എനിക്ക് അത്യാവശ്യം റൈറ്റിംഗ് സ്പീഡ് ഉള്ളതുകൊണ്ട് എനിക്ക് എഴുതി തീർക്കാൻ പറ്റി പേപ്പർ. പിന്നെ തോന്നിയത് എൻ്റെ ജനറലായിട്ട് ഞാൻ പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ നമ്മൾ എഴുതിയ കാര്യം, മലയാളം ഓപ്ഷനിൻ്റെ കേസിൽ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയൊരു കാര്യമാണ്. പിന്നെ പൊതുവെ ഞാൻ എഴുതാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആ എഴുതുന്ന ആ ഒരു ഇഷ്ടം ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം എൻ്റെ ആൻസർ പേപ്പറിൽ പ്രതിഫലിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നു എനിക്ക്. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജേണി ആയിരിക്കും എന്തായാലും ഒരു ആസ്പിരൻറ്റിന്. അപ്പോൾ മഞ്ജുമയുടെ സപ്പോർട്ട് സിസ്റ്റം ഏത് രീതിയിലുള്ളതായിരുന്നു? എങ്ങനെയായിരുന്നു ഈ പറഞ്ഞ സ്ട്രെസ് വരുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ എങ്ങനെയായിരുന്നു ചെയ്തത്? എനിക്ക് എൻ്റെ ഫാമിലി
വലിയൊരു സപ്പോർട്ടായിരുന്നു. അവർ ഇവിടെ വീടെടുത്ത് നിന്ന് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി. അപ്പോൾ അത് വലിയൊരു കാര്യമായിരുന്നു. പിന്നെ അതേപോലെ ഞാനിവിടെ ഇതിന് പഠിക്കുകയാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല. എൻ്റെ ആർക്കും അറിയില്ലായിരുന്നു. എൻ്റെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർക്കോ എൻ്റെ ഫ്രണ്ട്സിനും അവർക്കൊക്കെ അറിയാം. അല്ലാതെ എൻ്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഇവർക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള കാര്യം. അപ്പോൾ അത് വലിയൊരു റിലീഫായിരുന്നു. കാരണം ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പിന്നെ അവർക്കും നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്കും ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആർക്കും സങ്കടം ഇല്ലാതെ അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അതൊരു എല്ലാവർക്കും ഒരു സർപ്രൈസായി മാറി. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസും തന്നെ ഷെയർ ചെയ്തത് എൻ്റെ ഫാമിലിയാണ്. കൂടാതെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കോളേജിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ വളരെയധികം എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. റൈറ്റ്. ഈ പരീക്ഷ പൊതുവെ ഒരുമിച്ച് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ പെയർ ഗ്രൂപ്പിലൂടെ ഒരുപാട് പേർക്ക് ഹെൽപ്പ് കിട്ടാറുണ്ട് പഠിക്കുമ്പോൾ. അത് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം മഞ്ജുമ പറഞ്ഞു. പ്രിലിംസിനും മെയിൻസിനും അത് ചെയ്യാൻ പറ്റിയിരുന്നോ? ഗ്രൂപ്പ് സ്റ്റഡി ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നോ? എൻ്റെ ബാച്ചിൽ അങ്ങനെ വളരെ ഫ്യൂ ആൾക്കാരാണ് ക്ലിയർ ചെയ്തത് പ്രിലിംസ്. പിന്നെ എനിക്ക് അങ്ങനെ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കണക്ഷൻസ് ഫോം ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ റീഡിംഗ് റൂം യൂസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് തന്നെ അങ്ങനെ സിമിലർ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിലിംസ് മെയിൻസ് ഫേസിൽ എനിക്ക് അങ്ങനെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഇല്ലായിരുന്നു. പക്ഷെ എനിക്കൊന്നും ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നേനെ ഇപ്പോൾ തോന്നുന്നില്ല. നമുക്ക് സിമിലറായിട്ട് നമ്മുടെ ഒരു ജേണി പോലെ തന്നെ ജേണി പാസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും സ്ട്രെസ് ഈസ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. റൈറ്റ്. ഡിഡ് യു ഹാവ് എ പ്ലാൻ ബി? ഈ പരീക്ഷ അഥവാ ക്ലിയർ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ബി, ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നോ മഞ്ജുവക്ക്? ഞാൻ അതിന് ബാക്കപ്പ് പ്ലാൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇത് ഞാനൊരു പാരലൽ പ്ലാൻ എന്നേ പറയുള്ളൂ. കാരണം ബാക്കപ്പ് പ്ലാൻ എന്ന് പറയുമ്പോൾ എനിക്കത് നമുക്ക് ഇത് വേണ്ടാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ഡോക്ടർ പ്രൊഫഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രൈ മാത്രമായിരുന്നു. ലൈക്ക് ഞാനൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി ഇതിലേക്ക് ഇറങ്ങി തിരിച്ച ആളല്ല. എനിക്ക് അങ്ങനെ ഇത് ക്ലിയർ ഒരു 2 പ്രാവശ്യം എഴുതി ക്ലിയർ ചെയ്തില്ലെങ്കിൽ തിരിച്ചു പോവാം. നമുക്ക് അവസാനം ഒരു റിഗ്രറ്റ് പാടില്ലല്ലോ, നമ്മളത് ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, അത് ഒരു റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വന്നൊരു പ്ലാനാണ്. അപ്പം എനിക്ക് ഈ 1-2 അറ്റംപ്റ്റിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ തിരിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ അത് ഞാൻ ഹാപ്പിലി ഞാൻ ചെയ്തേനെ എന്ന് ഞാൻ പറയുന്നു. റൈറ്റ്. ഈ ഒരു ജേർണിയിൽ ഹാപ്പിയസ്റ്റ് ഒരു ഹയസ്റ്റ് പോയിന്റ് ഏതായിരുന്നു? അതുപോലെ ഏറ്റവും ഒരു ഡാർക്കസ്റ്റ് മൊമെൻ്റ് ഏതായിരുന്നു പ്രിപ്പറേഷൻസ്? ഹാപ്പിയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് നമ്മൾ ആ ഒരു നമ്മുടെ ഫൈനൽ PDF-ൽ പേര് കണ്ടപ്പോൾ ഉള്ളതാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്. ഡാർക്കസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊരു അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാപ്പി മൊമെൻറ്റും ഉണ്ടാകുന്നു. ലൈക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്തു എന്നുള്ള ഒരു കാര്യം വന്നപ്പോൾ ഇനി എന്ത് എന്നുള്ളത് ഒരു വലിയൊരു ഡാർക്ക് പോയിന്റ് ആയിരുന്നു. കാരണം അത് ഞാൻ ഇപ്രാവശ്യം പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നൊന്നും എക്സ്പെക്ട് ചെയ്തതല്ല. എൻ്റെ ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് കൊടുത്ത അറ്റംപ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ആക്ച്വലി 2024 അറ്റംപ്റ്റ് ആണ്, ഈ വരാൻ പോകുന്ന അറ്റംപ്റ്റ് ആണ് എൻ്റെ അറ്റംപ്റ്റ് എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അപ്രതീക്ഷിതമായി പ്രിലിംസ് ക്ലിയർ ആയപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിന്ന് ആ ഒരു മെയിൻസിൻ്റെ ആ ഒരു സ്റ്റേജാണ് എൻ്റെ ഒരു ഡാർക്കസ്റ്റ് പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത്. പക്ഷേ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും റിസൾട്ടിലേക്ക് നന്നായി വരികയും ചെയ്തിട്ടുണ്ടായാലും. ഓക്കെ, അപ്പോൾ പ്രിലിമിനറി പരീക്ഷ വളരെ അടുത്തെത്തി ഈ വർഷത്തെ. അപ്പോൾ നമ്മുടെ ഓഡിയൻസിൽ 2 വിഭാഗം ആൾക്കാരുണ്ടാവും. ഒന്ന് ഈ വർഷം പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഫൈനൽ സ്റ്റേജ് പ്രിപ്പറേഷൻ നടത്തുന്നവർ, അതുപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ അടുത്ത വർഷത്തേക്ക് 2025-ലേക്ക്. അപ്പോൾ മഞ്ജുവക്ക് ഈ 2 വിഭാഗം ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് ഫ്രം യുവർ എക്സ്പീരിയൻസ്? അതായത് ഇപ്പോൾ ഈ വർഷം പ്രിലിമിനറി പരീക്ഷ എഴുതുന്നവരോട് എന്ത് ഫോക്കസ് ചെയ്യണമെന്നാണ് മഞ്ജുമ പറയുന്നത്? എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് PYQs നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, CSAT എന്ന് പറഞ്ഞത് ഇപ്പോഴും പലരും ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റായി എടുക്കാൻ ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പോൾ CSAT ഇത്രയും ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ ആകുമ്പോൾ CSAT നമ്മൾ ഈക്വലി നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എക്സാമിനേഷൻ ഹോളിൽ നമ്മളെങ്ങനെ നമ്മൾ ആ കമ്പോസ്റ്റായി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്ര പീസിലാണ് നമ്മളത് എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഡിപ്പെൻഡിങ് ആണ്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് വരെ നമ്മൾ വളരെ കാമായിരിക്കാനും മെൻ്റൽ ഹെൽത്ത് വളരെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ ഈ എക്സാമിനേഷൻ എന്ന് പറഞ്ഞത് ഒരു അൺപ്രഡിക്റ്റബിൾ എക്സാമിനേഷൻ നമ്മൾ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരു എക്സാം കൂടിയാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ അതൊരു എൻഡായി മാറരുത്. നമ്മൾ ഈ എക്സാം ക്ലിയർ ആയില്ല എന്ന് വിചാരിച്ച് ആരും ഒട്ടും മോശക്കാരൊന്നും ആവുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഓപ്പൺ ആയിരിക്കുക, ഓപ്ഷൻസ് എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. റൈറ്റ്.
പിന്നെ അതുപോലെ ഈ വർഷം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ അടുത്ത വർഷത്തേക്ക് വേണ്ടി അവരോട് എന്താണ് പറയാനുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവരോട് പറയാനുള്ളത് നമ്മുടെ ബേസിക്സ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ഇനീഷ്യലി നമ്മൾ NCERT ഒക്കെ വായിച്ച് തുടങ്ങുക, ബേസിക് സോഴ്സസ് നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യാം. അതിൻ്റെ കൂടെ ന്യൂസ് പേപ്പർ റീഡിങ് ഉണ്ടെങ്കിൽ നല്ലതാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ റൈറ്റ് ഗൈഡൻസ് എപ്പോഴും സീക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ ആൻസർ റൈറ്റിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അവസാനം മെയിൻസിലൊക്കെ അത് നമുക്ക് കുറേ ടെൻഷനൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ആൻസർ റൈറ്റിങ്ങിലും ഇനീഷ്യലി തന്നെ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം തോന്നും. റൈറ്റ്. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം ഗ്രൂപ്പ് ഡിസ്കഷൻ മോഡറേറ്റ് ചെയ്തിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് ത്രൂ ഔട്ട് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഈ വർഷം വളരെ നല്ല പാർട്ടിസിപ്പേഷൻ കണ്ടതാണ്. അതിൽ ഒത്തിരി പേര് ഈ വർഷം ഫൈനലിസ്റ്റിൽ വരാനും പറ്റിയെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ മഞ്ജുമയുടെ പാർട്ടിസിപ്പേഷൻ ആണെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ വളരെ കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ സ്റ്റാൻസ് എടുക്കുന്നു എന്നുള്ളത് വളരെ നോട്ടീസബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അത് പലപ്പോഴും ബാലൻസ് ചെയ്യാനുള്ളൊരു ത്വരയുണ്ടാവും. നമുക്ക് ഇൻ്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ബാലൻസ് ചെയ്യണം. പക്ഷേ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറയാനും അത് വളരെ കൃത്യമായ വാക്കുകൾ, ചുരുങ്ങിയ വാക്കുകൾ പറയാനുള്ളൊരു ഒരു എന്താ പറയുക ക്യാപ്പബിലിറ്റി, ആ ഒരു കഴിവ് നേരത്തെ തന്നെ എനിക്കൊന്നും വളരെ സന്തോഷം. പക്ഷേ ആ ഗ്രൂപ്പിൽ നമുക്ക് ഇത്തവണ ക്ലിയർ ചെയ്യാൻ പറ്റാത്തവർക്ക് മഞ്ജു പറഞ്ഞ പോലെ അടുത്ത വർഷം അവരെല്ലാവരും ലിസ്റ്റിൽ വരുന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെയാണ് നമ്മളുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ ഇൻസൈറ്റ്സ്. വളരെ വാല്യൂബിൾ ആണ്. ഈ വർഷം പരീക്ഷ എന്നവർക്ക് ഒരുപാട് പ്രചോദനമായിരിക്കും. ആൻഡ് വരാൻ പോകുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. Lead IAS, crafted by the toppers.